ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഹാദിഹി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്നിടത്തേക്ക് എത്തി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരവയവമുള്ള ഇതാണെങ്കിൽ അതിന് പുല്ലിംഗമായിട്ടാണ് കാണുക അറബി ഭാഷയിൽ. രണ്ടവയവങ്ങളുള്ളവ സ്ത്രീലിംഗമായിട്ടുമാണ് കാണുക. ഓക്കെ. അപ്പോൾ വായയും മൂക്കും നമ്മൾ പഠിച്ചു. അപ്പോൾ വായ ഒന്നാണ്, മൂക്ക് ഒന്നാണ്. ഒരു മൂക്കേ ഒരാൾക്കുള്ളൂ, ഒരു വായ ഒരാൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഹാദ അൻഫ് എന്ന് പറഞ്ഞത്. ഹാദ ഫമുൻ. ഹാദ അൻഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു മൂക്കാണ്. ഹാദ ഫമു എന്ന് പറഞ്ഞാൽ ഇതൊരു വായയാണ്. അപ്പോൾ ഹാദയാണ് ഉപയോഗിച്ചത്. ഇനി ഇവിടെ നോക്കൂ, ചെവി, പിന്നെ കണ്ണ്. നമുക്കറിയാം രണ്ടെണ്ണം ഉണ്ട്. ചെവി ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ട് നോർമലായിട്ട്. കണ്ണ് ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണമുള്ള അവയവങ്ങളെ സ്ത്രീലിംഗമായിട്ടാണ് അറബി ഭാഷയിൽ കാണുക. അപ്പോൾ എങ്ങനെ പറയാം? ഹാദ ഉദുനു എന്നല്ല പറയാം. പിന്നെയോ ഹാദിഹി ഉദുനുൻ, ഇതൊരു ചെവിയാകുന്നു. അപ്പോൾ ചെവി രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഹാദിഹി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായ ഒന്നായതുകൊണ്ട് ഹാദ, മൂക്ക് ഒന്നായതുകൊണ്ട് ഹാദ അങ്ങനെ പറഞ്ഞു. ഇത് ചെവി രണ്ടായതുകൊണ്ട് ഹാദിഹി ഉദുനുൻ വ ഹാദിഹി ഐനുൻ, കണ്ണ്. ഐനുൻ എന്ന് പറഞ്ഞാൽ കണ്ണ്. കണ്ണും രണ്ടുണ്ട്. അപ്പോൾ സ്ത്രീലിംഗം ഹാദിഹി. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ഉദുനുൻ ഖബറുൻ മർഫൂൻ. ഒറ്റ വാക്കിൽ വരുന്ന ആദ്യത്തെ ടൈപ്പ് ഖബർ. വ ഹർഫു അത്ഫിൻ. അപ്പോൾ വ രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ ഹാദിഹിൻ്റെ അടുത്താണ് എഴുതിയിട്ടുള്ളത്, നടുക്കോ ഉദുനുൻ്റെ അടുത്തോ അല്ല. ഓക്കെ. അപ്പോൾ വ ഹർഫു അത്ഫിൻ, യോജിക്കുന്ന ഹർഫ്. വ ഹർഫാണ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ഐനുൻ ഖബറുൻ മർഫൂൻ. ഇനി അടുത്ത ചിത്രങ്ങൾ നോക്കൂ. കൈ ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ട്, കൈക്ക് യദു എന്നാണ് പറയാം. കാല് ഒരാൾക്ക് രണ്ടെണ്ണം ഉണ്ട്, കാലിന് റിജുലു എന്നാണ് പറയാം. റജുലുൻ എന്ന് പറഞ്ഞ പുരുഷനാണ്. റജുലുൻ, റജുലുൻ. റാൻ്റെ മുകളിൽ ഫത്തഹ്, ജീമിൻ്റെ മുകളിൽ ലമ്മ്. റജുലുൻ. കാലിന് എന്താ പറയുക? റിജുലുൻ. റാൻ്റെ മുകളിൽ കസർ, ജീമിൻ്റെ മുകളിൽ സുക്കൂൻ. റിജുലുൻ കാലിന്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് അവയവങ്ങൾ രണ്ടാണെങ്കിൽ സ്ത്രീലിംഗം, ഒന്നാണെങ്കിൽ പുല്ലിംഗം. അപ്പോൾ കൈ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് വഹാദിഹി യദുൻ, ഇതൊരു കൈയാകുന്നു. അപ്പോൾ വഹാദ യദുന്ന് പറയൂല. വഹാദിഹി റിജുലുൻ, ഇതൊരു കാലാകുന്നു. അപ്പോൾ ഹാദ റിജുലെന്ന് പറയൂല. വ ഹർഫു അത്തഫ്, ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, യദുൻ ഖബറുൻ മർഫൂൻ. വ ഹർഫു അത്തഫ്, ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, റിജുലുൻ ഖബറുൻ മർഫൂൻ. ഇനി ഇഖ്റ വക്തു, വായിക്കുകയും എഴുതുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് എഴുതാൻ കഴിയുന്നവർ, സമയമുള്ളവർ എഴുതുകയും വേണം. എന്നാലേ നന്നായി പഠിക്കാൻ കഴിയുകയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം എഴുതുമ്പോഴാണ് നമ്മളെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനസ്സിലാവുക. ബാറക്കല്ലാഹു ഫീക്. ഹാദ മസ്ജിദുൻ വ ഹാദിഹി മദ്രസത്തുൻ. അപ്പോൾ മസ്ജിദ് ആണായതുകൊണ്ട്, സ്ത്രീലിംഗമായതുകൊണ്ട്, പുല്ലിംഗമായതുകൊണ്ട് ഹാദ. മദ്രസ സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, മസ്ജിദുൻ ഖബറുൻ മർഫൂൻ, വ ഹർഫു അത്ഫ്, ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, മദ്രസത്തുൻ ഖബറുൻ മർഫൂൻ. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉഖ്തു അബ്ബാസിൻ. ഹാദിഹി ഉഖ്തു അബ്ബാസിൻ, ഇത് അബ്ബാസിൻ്റെ സഹോദരിയാണ്. അഹു എന്ന് പറഞ്ഞ സഹോദരൻ, ഉഖ്തു എന്ന് പറഞ്ഞ സഹോദരി. അഹു എന്ന് പറഞ്ഞ സഹോദരൻ, ഉഖ്തു എന്ന് പറഞ്ഞ സഹോദരി. ഉഖ്തുൻ, തൻവീൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് തൻവീന് പോയി? ഇത് അബ്ബാസിൻ്റെ സഹോദരി, മുലാഫ് മുലാഫിലയാണ്. അപ്പോൾ ഉഖ്തുൻ ഇവിടെ മുലാഫ് ആയതുകൊണ്ട് ഉഖ്തു അബ്ബാസിൻ, തൻവീന് പോയിട്ടാണ് എഴുതുക, പറയുക, വായിക്കുക. ഉഖ്തു അലിഫ് ലാമും ഉണ്ടാവില്ല.
വഹാദിഹി മുബ്തദഉൻ മർഫൂൻ ഉഖ്തു ഖബറുൻ വഹുവ മുലാഫ്. ഉഖ്തു ഖബറുൻ വഹുവ മുലാഫ്. അബ്ബാസിൻ മുലാഫിലെ മജ്റൂർ. നമുക്കറിയാം മുലാഫിലെ എപ്പോഴും മജ്റൂറായിരിക്കും. അബ്ബാസിൻ. ഹാദ ദീക്കുൻ വഹാദിഹി ദജാജത്തുൻ. ഇതൊരു പൂവൻകോഴിയാണ്, ഇത് ഒരു പിടക്കോഴിയും ആണ്. അപ്പോൾ ദീക്കുൻ സ്ത്രീ പുല്ലിംഗായതുകൊണ്ട് ഹാദ, ദജാജത്തുൻ സ്ത്രീലിംഗായതുകൊണ്ട് ഹാദിഹി. വഹാദ മുബ്തദഉൻ മർഫൂൻ ദീക്കുൻ ഖബറുൻ മർഫൂൻ വ ഹർഫു അത്ഫ് ഹാദിഹി മുബ്തദഉൻ മർഫൂൻ ദജാജത്തുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ പുല്ലിംഗം ദീക്കുൻ ആൺകോഴി, ദജാജത്തുൻ സ്ത്രീലിംഗം പെൺകോഴി. അപ്പോൾ ഹാദിഹി വന്നു, ദീക്കുന് ഹാദിയും വന്നു. ഹാദി ബിനുൽ മുദീരി വഹാദിഹി ബിന്തുൽ മുദർരിസി. ഇത് മാനേജറുടെ മകൻ ആണ്, ഇത് അധ്യാപകൻ്റെ മകളുമാണ്. അപ്പോൾ ഇബ്നുൻ മകൻ വന്നപ്പോൾ ഹാദ, ബിന്തുൻ മകൾ വന്നപ്പം ഹാദിഹി. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. മറ്റൊന്ന് ഇബ്നു എന്നുള്ളത് ഇബ്നു എന്നായി, കാരണം ഇബ്നു ഇവിടെ മുലാഫാണ്. ബിന്തു എന്നുള്ളത് ബിന്തു എന്നായി, കാരണം ബിന്തു ഇവിടെ മുലാഫാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഹല്ല് ചെയ്യാം? ഹാദ മുബ്തദഉൻ മർഫൂൻ ഇബ്നു ഖബറുൻ വഹുവ മുലാഫ് അൽ മുദീരി മുലാഫിലെ മജ്റൂർ വ ഹർഫു അത്ഫ് ഹാദിഹി മുബ്തദഉൻ മർഫൂൻ ബിന്തു ഖബറുൻ വഹുവ മുലാഫ് അൽ മുദർരിസി മുലാഫിലെ മജ്റൂർ. ഓക്കെ, അപ്പോൾ ഇനി എളുപ്പമാണ്. മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഹാദിഹി ഉമ്മു യാസിറിൻ. യാസിറിൻ്റെ ഉമ്മയാണ് ഇത്. അപ്പോൾ ഉമ്മു സ്ത്രീലിംഗാണ്, ആ സ്ത്രീലിംഗിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഹാദിഹിൻ്റെ ഖബർ എന്താ? ഉമ്മു സ്ത്രീലിംഗം. അപ്പോൾ ഹാദിഹി, ഹാദാന്ന് എഴുതാൻ പാടില്ല, കാരണം ഉമ്മു സ്ത്രീലിംഗാണ്. അപ്പോൾ ഹാദിഹി ഉമ്മു യാസിറിൻ. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ ഉമ്മു ഖബറുൻ വഹുവ മുലാഫ് യാസിറിൻ മുലാഫിലെ മജ്റൂർ. ഉമ്മു എന്നുള്ളത് ഉമ്മൂന്നായി, കാരണം മുലാഫാണ്, ഖബർ മുലാഫായി വരുന്നത്. അലിഫ്ലാം എഴുതാൻ പാടില്ല. യാസിർ എന്തായിരിക്കണം? യാസിറിൻ, കാരണം മുലാഫിലെയാണ്, എപ്പോഴും മജ്റൂറാണ്. ഐന ഖിദ്റുൽ ലഹ്മി. ഇറച്ചിയുടെ ചട്ടി എവിടെ? പാത്രം എവിടെ? ലഹ്മെന്ന് പറഞ്ഞാൽ ഇറച്ചി, മാംസം. അപ്പോൾ ഖിദ്ർ എന്ന് പറഞ്ഞാൽ പോട്ട്, ചട്ടി. ഐന എന്ന് പറഞ്ഞാൽ എവിടെ? ഐന ഖിദ്റുൽ ലഹ്മി. ഇറച്ചിയുടെ പോട്ട് എവിടെ? ചട്ടി എവിടെ? പാത്രം എവിടെ? അപ്പോൾ ഖിദ്ർ സ്ത്രീലിംഗാണ്. ഖിദ്റിന് താ ഇല്ല, സ്ത്രീലിംഗത്തിൻ്റെ അടയാളത്തിൻ്റെ താ ഇല്ലാണ്ട് തന്നെ സ്ത്രീലിംഗാണ്. അപ്പോൾ കുറേ പദങ്ങൾ സ്ത്രീലിംഗം അധികവും താ ഉണ്ടാവും. താ മർബൂത്ത എന്ന് പറയുന്ന താ ഉണ്ടാവും. ഓക്കെ, ഖദീജത്തു അങ്ങനെ താ ഉണ്ടാവും. സയ്യാറത്തുൻ താ ഉണ്ടാവും, സ്ത്രീലിംഗം. സാഅത്തുൻ താ ഉണ്ടാവും. പക്ഷേ താ ഇല്ലാത്ത സ്ത്രീലിംഗവും ഉണ്ടാവും. മറിയമു താ ഇല്ല, സൈനബു താ ഇല്ല. അതുപോലെ ഇവിടെ ഖിദ്റുൻ, ഖിദ്റുൻ അതിന് താ ഇല്ല, പക്ഷേ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഖിദ്റുൻ സ്ത്രീലിംഗമായതുകൊണ്ട് ഹിയ എന്നാണ് പറയാം. മറുപടി പറയുമ്പോൾ എങ്ങനെയാണ് പറയാം? ഹിയ ഫിസ് സല്ലാജത്തി, അത് ഫ്രിഡ്ജിലാണ്. ഹുവ ഫിസ് സല്ലാജത്തി എന്ന് പറയില്ല, ഹിയ ഫിസ് സല്ലാജത്തി. സല്ലാജത്തി ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൻ്റെ ഫോട്ടോ കണ്ടോ? ഫ്രിഡ്ജ്, സല്ലാജത്തി. സൽജു എന്ന് പറഞ്ഞാൽ ഐസാണ്, സൽജുൻ ഐസ്. അപ്പോൾ സല്ലാജത്തി ഫ്രിഡ്ജ്. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫുജർ. അപ്പോൾ ഹർഫുജർ വന്ന് തൊട്ടിപ്പുറം എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ അസ്സല്ലാജത്തി. അപ്പോൾ ഫി ഹർഫുജർ അസ്സല്ലാജത്തി ഇസ്മ മജ്റൂർ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ. അപ്പോൾ ജാറും മജ്റൂർ ഷിബു ജുംല ഖബർ, രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഹിയ എന്ന് കിട്ടുന്ന ഖബർ എന്താ? അതിൽ നിന്ന് കിട്ടുന്ന ഖബർ എന്താ? അത് ഫ്രിഡ്ജിലാണ്, അത് ഫ്രിഡ്ജിലാണ്, അതാണ് അതിൽ നിന്ന് കിട്ടുന്ന വാർത്ത. അപ്പോൾ ഹിയ ഫിസ് സല്ലാജത്തി. ഹാദാ ബാബുൻ വഹാദിഹി നാഫിദത്തുൻ. ഇത് വാതിലാണ്, ഇത്
ജനവാതിലുമാണ്, വിൻഡോ. നാഫിദത്തു എന്ന് പറഞ്ഞാൽ വിൻഡോ. അപ്പോൾ ബാബ് പുല്ലിംഗാണ്. അപ്പോൾ ഹാദ. നാഫിദത്തുൻ താൻ്റെ താ കണ്ടോ, അതാണ് താ മർബൂത്ത, അതാണ് സ്ത്രീലിംഗത്തിൻ്റെ അടയാളം. അപ്പോൾ അധിക സ്ത്രീലിംഗത്തിനും അടയാളം ഉണ്ടാകും, പക്ഷേ ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഹാദിഹി നാഫിദത്തുൻ. അപ്പോൾ ഹാദ മുബത്തദഉൻ മർഫൂൻ, ബാബുൻ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറ. വ ഹർഫു അത്ഫിൻ, ഹാദിഹി മുബത്തദഉൻ മർഫൂൻ, നാഫിദത്തുൻ ഖബറുൻ മർഫൂൻ. ബാറകല്ലാഹു ഫീക്കും.